ഇതിന് ആരാന്തോ പ്രേതാന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ ഈ വീട്ടിലെ അതായത് നമ്മള് എക്സ്പ്ലോറേഷൻ കംപ്ലീറ്റ് മൂന്നാമത്തെ വീട്. ഇതെന്താ ഈ ഡോർ താനെ തുറക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ നല്ല ലക്ഷമത്തെ വീട്, ഹൈടെക്. അതായിരിക്കും. ഇവിടെ ആരെങ്കിലും മെടക്കിടയ്ക്ക് വന്ന് ക്ലീൻ ചെയ്യാറുണ്ടോ? ചെയ്യും. അതെ. ഇതെന്താ ഫാനൊക്കെ കറങ്ങുന്നുണ്ടല്ലോ? നീ ഓണാക്കിയതാണോ? ഞാനല്ല. കള്ളത്തരം പറയല്ലേ. ദേ ഇവളായിരിക്കും. സ്വിച്ച് ഓഫ് ആണല്ലോ. അതേ സ്വിച്ച് ഓഫ് ആണ്. അപ്പൊ ആരാ ഓണാക്കിയത്? ദേ ഇവളായിരിക്കും. പോടാ, ഞാനൊന്നും അല്ല. ഹൈടെക്. എനിക്ക് ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി അറിയാവോ? സർവാദി വല്ലഭയായ എനിക്കറിഞ്ഞൂടാത്ത വല്ല കഥകളുമുണ്ടോ? എങ്കിൽ പറ. ഇവിടുത്തെ പ്രേതമായിരുന്നു റൂബി. ഹോളിവുഡ് ആക്ട്രസ് ആവണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. ആഗ്രഹം നടക്കാതെ ഒരിക്കൽ അവൾ മരിച്ചു. എങ്ങനെയെന്ന് വെച്ചാൽ ഏതൊരു സിനിമയ്ക്ക് ഇടയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സിനിമാ സെറ്റിൽ നിന്നും അവൾക്ക് ഇടയ്ക്ക് വെളിയിൽ പോകേണ്ടി വന്നു. ഒരു വണ്ടി തെറ്റിയാണ് അവൾ മരിച്ചത്. അവൾ താമസിച്ചിരുന്ന ഈ വീട്ടിലുണ്ടെന്നാണ് എല്ലാവരും പറയാറ്. റൂബിയുടെ പഴയ ഫോട്ടോ ചെറിയ സാദൃശ്യമുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഭയങ്കര ആക്ട്രസുകളാണേ. നമുക്ക് ഇവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങിട്ട് വരാം. എടി, ഈ റൂം നമുക്ക് എടുക്കാമേ? ശരിയാ. നല്ല റൂമല്ലേ? നല്ല ഭംഗി. അതെ അതെ. ആ, നല്ല വെട്ടമുണ്ട്. അതെ, മുമ്പ് ആരൊക്കെ താമസിച്ചത് പോലെ ഉണ്ട്. ആ, നല്ല ബെഡ്. ഇവിടെ ആരെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കിടക്കാം. പടമൊക്കെ ഉണ്ടല്ലേ? ഓ, നല്ല സോഫ്റ്റ് ബെഡ്. ഹായ്, ഇങ്ങ് വന്നേ. എടി, നല്ല വ്യൂ പോയിന്റ്. ഇവിടെ താമസിച്ച റൂബി എന്ത് ലക്കി ആയിരുന്നല്ലേ. അതെ അതെ. നമ്മളൊക്കെ കിടക്കണത് ഒരു പട്ടിക്കാട്ടിൽ. വാട്ടേടേ, ഇന്ന് നല്ല ഒരു ദിവസമായിരുന്നു. ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. ഹായ്. എന്റെ പ്രിയപ്പെട്ട വീട്. ഭയങ്കര ക്ഷീണം. പറഞ്ഞിരുന്നു റിയ വരുമെന്ന്. റിയ, മോളെ റിയ. എന്താ ചേച്ചി? ഞാനിവിടെ ഉണ്ട്. നീ എപ്പോ വന്നു? കുറച്ചു നേരം ചേച്ചി വന്നിട്ട്. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു ചേച്ചി. മാമ ഞാൻ സെറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് വിളിച്ച് പറഞ്ഞത്. ഞാൻ അങ്ങനെ വലിയ സന്തോഷത്തിൽ വരായിരുന്നു. പിന്നെ എനിക്കൊരു പുതിയ സിനിമയിൽ സെലക്ഷൻ കിട്ടി. നല്ല കാര്യമാണല്ലോ. അത് നമ്മുടെ ഡയറക്ടറിന്റെ വൈഫിനെ സെലക്ഷൻ ചെയ്യാനിരുന്നത്. അപ്പോൾ പ്രൊഡ്യൂസർ പറഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയേ. പിന്നെ മാമനും മാമിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു? സുഖമായിരിക്കുന്നു ചേച്ചി. വാ. അങ്ങനെയാ. ചേച്ചി, ഇതാ അച്ഛൻ വിളിക്കുന്നു. എടുത്തോ. ഹലോ. ഞാനിപ്പോ വരാം അച്ഛൻ. അച്ഛൻ വിളിച്ചു. അച്ഛന് വയ്യ, പെട്ടെന്ന് വീട്ടിൽ ചെല്ലാൻ പറഞ്ഞു. അയ്യോ, ഞാൻ ഡോക്ടറെ പറഞ്ഞു വിടണോ? വേണ്ട, കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചു നീ 2-3 ദിവസമൊക്കെ ഇവിടെ കാണുമെന്ന്. ഞാനും അങ്ങനെ തന്നെ ചേച്ചി വിചാരിച്ചേ. എന്നാ നീ പൊക്കോ, ഞാൻ വിളിക്കാട്ടോ. ചാച്ച മോളെ, എത്തിയിട്ട് വിളിക്കണേ. വിളിക്കാം ചേച്ചി. വല്ലാത്ത തലവേദന. പോയി കിടക്കാം. ഇനിയിപ്പോ ബെഡിലിരിക്കാനൊന്നും വയ്യ. ആരാണാവോ ബെല്ലടിക്കുന്നേ? ഹലോ.
ഓരോരുത്തരൊന്ന് സംസാരിക്കാം. എന്താ സാർ? ചുമ്മാ സാർ ടീ ഓർ കോഫി? കാപ്പി. ഇവിടെ ആരും കാണൂലല്ലോ, ഉറപ്പാണല്ലോ. സാർ കോഫി? ആ വേണ്ട. സാർ വന്ന കാര്യം പറയൂ. എനിക്ക് പുതിയൊരു സിനിമ ഉണ്ടായിരുന്നു. താങ്കൾക്ക് അതിലൊരു റോൾ ചെയ്യാൻ പറ്റും. വെരി ഹാപ്പി. ഓക്കെ. താഴെ പോയി കിടക്കാമേ. ഞാനും ഭയങ്കര ക്ഷീണിച്ചു. നിങ്ങൾ ഇവിടെ കിടന്നോ? ഞാൻ താഴെ പോവാമേ. പുറത്ത് നല്ല മഴയാണല്ലോ. I get your body. നിനക്കെന്താ ഭ്രാന്തായോ? നീ എന്തിനാ പാതിരാത്രി എണീച്ചടക്കുന്നേ? ഞാനിങ്ങനെ അവിടെ പോയി. നീ എന്നെ പിടിച്ചുകൊണ്ട് നിർത്തിയതാണോ? ഞാനൊന്നും പിടിച്ചു നിർത്തിയില്ല. പിന്നെ ഞാൻ എങ്ങനെ അവിടെ പോയി? കള്ളത്തിനും പറയല്ലേ, സത്യം പറ. ഞാനല്ല. ഇത് ഓവറാണ്. എന്തോന്ന്? ഇനി നീ പിടിച്ചു വെച്ചില്ല എന്താ? ഞാൻ പിടിച്ചൊന്നും വെച്ചില്ല നിന്നെ. നീ തന്നെ. ഞാനല്ലാതെ എങ്ങനെ പോവാ? എനിക്കെങ്ങനെ അറിയാം? എനിക്കൊന്നും ഓർമ്മയില്ല. നീ ഇവിടെ ഒന്ന് കിടന്നേ. എന്ത് കഷ്ടാ. ഡീ, എന്താടി? രാവിലെ ആയി. ഇന്നലെ രാത്രി എന്തായിരുന്നു? എന്നെ പിടിച്ച് ജനലിന്റെ അടുത്ത് നിർത്തിയിട്ട്. ഓ, ഇനിയിപ്പോ എന്നെ പറഞ്ഞു. ഓ, നിന്നെ അല്ലാതെ ഞാൻ പിന്നെ ആരെ പറയാനാ? ഇതാരാ തുറന്നിട്ടേ? അവനായിരിക്കും. ആ, നീ എന്റെ വകയാ കോഫി. പെട്ടെന്ന് പോയിട്ട് ഓക്കെ ഓക്കെ ഓക്കെ. ഇട്ടിട്ട് വാടാ. എങ്ങനെയുണ്ട് കോഫി? സീന്. നീയാണ് എന്റെ പേഴ്സണൽ ഷെഫ്. കേട്ടിട്ടുണ്ടേ, ഇവിടെ എവിടെയോ റൂബി വിഗ്രഹം വച്ചിട്ടുണ്ടായിരുന്നു ദൈവത്തിന്റെ. ഞാനും കേട്ടിട്ടുണ്ട്. ആ, പിന്നെന്താ? നോക്കാം. കുടിക്ക്. എന്തു പറ്റിയടി? ഞാനേ കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കായിരുന്നു. ഇന്നലെ നമ്മള് വന്നപ്പം കതവ് താഴെ തുറന്നത്, പിന്നെ ഫാൻ സ്വിച്ചിടാതെ കറങ്ങിയത്, പിന്നെ അവിടെ അവൾ വന്നിട്ടുണ്ട്. അവള് നമുക്ക് വിളിച്ചു വരുത്തണം. ഓജോ ബോർഡ്. വാ, നമുക്ക് ഉടൻ തന്നെ അത് കളിക്കണം. നീ ഓജോ ബോർഡ് എടുത്തില്ലേടി? മറന്നു വേണം തിരക്കിന്റെ ഇടയില്. ഇപ്പൊ എന്റെ കഴിവ് വെച്ച് ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി. കൊള്ളാം. അല്ലേലും സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ ഭയങ്കര കലാകാരി. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയ പ്രേതം വരുമോ? റൂബി അല്ല, റൂബിയുടെ അപ്പൂപ്പനെ വരെ ഞാൻ വരുത്തിക്കും. വരുത്തിച്ചാ മതി. എടി വാ, നമുക്ക് ഹാളിന്ന് കളിച്ചാലാ? ആ, അവിടെ ഫണ്ണുമായിരിക്കും, ഇരുട്ടുമായിരിക്കും. ഉണ്ണി മെഴുകുതിരി എടുത്തിട്ട് വരോ? നീ നേരത്തെ കഴിഞ്ഞിരുന്നാ? ആ, വേഗം വാ. എനിക്ക് വെള്ളം താഴ്ക്കുന്ന കുടിച്ചിട്ട് വരാം. അവൾ വെള്ളം കുടിക്കാൻ പോയി. നമുക്ക് കളിക്കാം. അവൾ വെള്ളം കുടിച്ച് തരട്ടെ. ഓക്കേടി.
അനങ്ങുന്നുണ്ടല്ലോ. നീ ഇവിടെ ഉണ്ടോ? നിന്റെ പേരെന്താണ്? അതെ അതെ അതെ, ഞാൻ തന്നെ എനിക്ക് പേടിയാവുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ട്. നോക്ക് വീട്ടുകളെ, എന്തിനാണ് വിളിച്ചെടുത്തിയേ? എനിക്ക് കൊല്ലണം അവനെ, എന്നെ കൊന്നവനെ, ആ ഡയറക്ടർ. പേടിക്കണ്ട, സിനിമാ സെറ്റിൽ നിന്നും ഷൂട്ടിങ്ങിന് ഒരു അവസരം കിട്ടിയത്, അത് മെയിൻ റോൾ കിട്ടിയതൊക്കെ വളരെ സന്തോഷമായിരുന്നു. നന്നായിരുന്നു. എന്റെ അമ്മാവന്റെ മോൾ, അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് അവള് അമ്മാവനായിരുന്നു വീട്ടിൽ പോകണമെന്നായിരുന്നു ആവശ്യം. അവൾ അത്രയും ഞാൻ ക്ഷീണിച്ച് കിടക്കുകയായിരുന്നു. ചോരൊരു ശബ്ദം കേട്ടു. ബാലഗോപാൽ എന്ന നീചനായ ഡയറക്ടർ. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ചൂടാണ്, നമുക്ക് അപ്പുറത്ത് കാര്യം പറയാമെന്ന് ഫാൻ ഇടാനെന്ന് വേണ്ടി പോയി കഥകളി എന്റെ കഴുത്ത് ഞെരിച്ചാണ് അദ്ദേഹം എന്നെ കൊന്നത്. വീട്ടും വീട്ടും എന്നെ അതിന് നിങ്ങൾ സഹായിക്കണം. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഞാൻ കാരണം റോൾ കിട്ടിയില്ല എന്ന ഒരു കാരണത്തിനാണ് അദ്ദേഹം എന്നെ കൊന്നത്. എനിക്ക് അവനെ കൊല്ലണം. തൽക്കാലത്തേക്ക് ഞാൻ നിങ്ങളുടെ കൂട്ടുകാരുടെ പോവുകയാണ്.